പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ വലിയൊരു കലാപം നടക്കുന്നു. അങ്ങനെ പണക്കാരെല്ലാം തട്ടിക്കൊണ്ടുപോയി അവരാണ് അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ 2020 റിലീസ് ചെയ്ത ന്യൂ ഓർഡർ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ 2021 നടക്കുന്ന ഒരു കലാപമാണ്. കലാപം ഭയങ്കര വയലൻ്റ് ആയതോടുകൂടി തന്നെ ഗവൺമെൻറ് ആണെങ്കിൽ ആർമീനെ ഏൽപ്പിച്ചേക്കുമായിരുന്നു കലാപം അടിച്ചമർത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലിലാവുകയും ബെഡ് പോലും തികയാതെ വരുന്ന ഒരു അവസ്ഥയിലിരിക്കുമായിരുന്നു. ഇതേ സമയത്ത് തന്നെ ആ സിറ്റിയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് മേരിയാനയും അല്ലെന്ന് പറഞ്ഞ് രണ്ടുപേരെ വിവാഹം നടക്കാൻ പോകുമായിരുന്നു. അവർ രണ്ടുപേരും ഒരു വെൽത്തി ഫാമിലി എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് നമ്മളെ മേരിയാനയുടെ അമ്മയുടെ റബേക്കനെ കാണിക്കുന്നത്. റബേക്കയാണ് ധൃതി വെച്ച് ഓടി നടക്കുകയാണ്. കാരണം ഈ ഫംഗ്ഷനിലേക്ക് ജഡ്ജിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പക്കയായിരിക്കണമെന്ന് പുള്ളിക്കാരിക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരത്തിയാണെങ്കിൽ ആ കപ്പിൾസിന് കിട്ടുന്ന ഓരോ ചെക്കും ഒരു ലോക്കറിൽ കൊണ്ട് സേഫായിട്ട് വെക്കും. പിന്നീട് പുള്ളിക്കാരത്തിന് ആകെ വിഷമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടാപ്പിലൊക്കെ ഇടയ്ക്ക് തുറക്കുമ്പോൾ പച്ച കളറിലെ പെയിൻ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം കലാപകാരികൾ അവരുടെ സിമ്പിളായിട്ട് പച്ച പെയിൻ്റ് ആയിരുന്നു പണക്കാർക്ക് നേരെ എറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പതിയെ മിക്ക ഗസ്റ്റും വന്നു തുടങ്ങി. മേരിയാനയുടെ സഹോദരനായിട്ടുള്ള ഡാനിയൽ ഒരുപാട് നേരത്തെ തന്നെ വന്നു. അതേസമയം ഒരുപാട് പേര് താമസിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ വരുന്ന വഴിക്കെല്ലാം കലാപങ്ങളായിരുന്നു. അതവരുടെ വണ്ടികളിൽ കാണാനും പറ്റുമായിരുന്നു. കാരണം വണ്ടിയിലെല്ലാം പച്ച പെയിൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ ഇടയ്ക്ക് വെച്ചാണ് മേരിയാനെ കാണാൻ അവരുടെ മെയ്ഡായിട്ടുള്ള മാർത്ത വരുന്നത്. മാർത്ത വന്നിട്ട് പറയും ഇതിനു മുമ്പ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റൊണാൾഡോ ആണെങ്കിൽ ഇവരെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ റൊണാൾഡോ പറയും അവൻ്റെ ഭാര്യ ആണെങ്കിൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയെന്ന്. ഇത്രയും ദിവസം പബ്ലിക് ഹോസ്പിറ്റലായിരുന്നു, പക്ഷേ കലാപം വന്നുകൊണ്ട് ഉടനെ തന്നെ പ്രൈവറ്റിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഒരുപാട് പണം ആവശ്യമാകുമെന്നൊക്കെ പറയും. പക്ഷേ റെബേക്കയാണെങ്കിൽ ആദ്യം കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കും. അപ്പോഴാണ് റൊണാൾഡോ പറയുന്നത് അവർ ഭാര്യയും ഭർത്താവും ഒരേപോലെ ഈ വീട്ടിൽ തന്നെ വേല ചെയ്തായിരുന്നു. അതുകൊണ്ട് അതുപോലെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ അവൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് അറിയാലോ എന്ന് പറയും. അങ്ങനെ പിന്നീട് എക്സ്ക്യൂസ് ഒന്നും റെബേക്കയ്ക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അവളാണെങ്കിൽ അകത്തോട്ട് വിട്ട് ഭർത്താവായിട്ടുള്ള ഇവാനോടും അതുപോലെ തന്നെ മകനായിട്ടുള്ള ഡാനിയലോടും പൈസയൊക്കെ ചോദിക്കും. അപ്പോൾ അവരാണ് ചെറിയൊരു എമൗണ്ട് കൊടുക്കത്തുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ റെബേക്ക ഒരു ഇച്ചിരി എമൗണ്ട് ഇട്ട് കൊണ്ടുവന്ന് റൊണാൾഡോയ്ക്ക് എടുത്ത് കൊടുക്കും. പക്ഷേ ആ പൈസയാണെങ്കിൽ കാൽ ഭാഗം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അവൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേന് റെബേക്ക പറയും ഇത്ര ഉള്ളെന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി പായിച്ച ശേഷം അവരാണെങ്കിൽ പാർട്ടിയിലേക്ക് പങ്കെടുക്കാൻ പോകും. അത് കഴിഞ്ഞ് റൊണാൾഡോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ വാതിക്കൽ തന്നെ ഇങ്ങനെ നിൽക്കും. അന്നേരമാണ് അങ്ങോട്ട് മരിയാനാണെങ്കിൽ ഓടി വരുന്നത്. അവൾക്കാണെങ്കിൽ റൊണാൾഡോനെ അതുപോലെ തന്നെ അവരുടെ ഭാര്യനെ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ റൊണാൾഡോ ആണെങ്കിൽ അവളുടെ വെഡ്ഡിങ്ങൊക്കെ വിഷ് ചെയ്ത ശേഷം അവൻ്റെ അവസ്ഥ പറയും. അങ്ങനെ അവളാണെങ്കിൽ അകത്തോട്ട് പോയിട്ട് ഡാനിയലിനോട് കാര്യം പറയും. അപ്പോൾ തന്നെ ഡാനിയൽ പറയും അച്ഛനായിട്ടുള്ള ഇവാനോട് ചോദിക്കാൻ പറയും. പക്ഷേ അവൾക്കറിയാം പുള്ളിയോട് ചോദിച്ച് 5 പൈസ പോലും കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ആ കാര്യം പറയുമ്പോഴത്തേക്കിനും ഡാനിയലാണെങ്കിൽ അങ്ങോട്ട് നിന്ന് അവൻ്റെ കയ്യിലുള്ള പൈസ ഫുള്ളെടുത്ത് റൊണാൾഡോയ്ക്ക് കൊടുക്കും. പക്ഷേ അതൊന്നുമില്ലായിരുന്നു. അങ്ങനെ പൈസ കൊടുത്ത ശേഷമാണ് ഡാനിയലാണെങ്കിൽ റൊണാൾഡോയ്ക്ക് വാണിംഗ് കൊടുക്കുന്നത് ഇനി ഇവിടുന്ന് പോയില്ലേ സെക്യൂരിറ്റി വിളിച്ച് പുറത്താക്കുന്നത്. പക്ഷേ മരിയാനയാണെങ്കിൽ വീണ്ടും അവനെ ഇച്ചിരി കൂടെ പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് ഓർത്ത് ഫാമിലി സേഫ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് ആ ലോക്കറിൻ്റെ പാസ്വേഡ് റെബേക്ക മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പുതിയ പാസ്വേഡ് അറിയാൻ വേണ്ടി അവളാണെങ്കിൽ അവൾ അച്ഛനായിട്ടുള്ള ഇവാൻ്റെ അടുത്തേക്ക് ചെല്ലും. പക്ഷേ ഇവാനാണെങ്കിൽ ഉടനെ പറയും തൽക്കാലം പാർട്ടി ആഘോഷിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. അങ്ങനെ മെരിയാനാണെങ്കിൽ നേരെ പോയിട്ട് അവൾ കല്യാണം കഴിക്കുകയായിരിക്കുന്ന അലനോട് ചോദിക്കും പൈസയെ പറ്റി. അപ്പോൾ അലനും ആ വിഷയം ഒഴിവാക്കി വിടും. എന്നിട്ട് പറയുക റൊണാൾഡോ വന്ന് പറ്റിക്കുന്ന വല്ലതായിരിക്കും എന്ന് പറയും. അങ്ങനെ ആ പ്രതീക്ഷം പോയി മെരിയാനാണെങ്കിൽ ഇനിയൊന്നും നോക്കാനില്ലെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഫോണും എടുത്ത് നേരെ പോയി വേലക്കാരിയായിട്ടുള്ള മാർട്ടയുടെ മകനായിട്ടുള്ള ക്രിസ്റ്റിനെ കാണും. എന്നിട്ട് അവനോട് പറയാൻ റൊണാൾഡോയുടെ വീട് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റിൻ്റെ കാർ എടുത്ത് അവർ രണ്ടും റൊണാൾഡോയെ കാണാൻ വേണ്ടി പുറപ്പെടും. ഇതേ സമയം ആ പാട്ടിലേക്ക് ജഡ്ജിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. അന്നേരമാണ് റെബേക്ക മരിയാനെ വിളിക്കാൻ വേണ്ടി മാർത്തനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ മാർത്ത അവിടെല്ലാം നോക്കിയ ശേഷം മരിയാനെ കാണാതിരിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പതിയെ മരിയാനെ ഫോണിൽ വിളിക്കും. അന്നേരമാണ് അവൾ പറയുന്നത് അവളാണെങ്കിൽ റൊണാൾഡോയെ ഭാര്യ ആശുപത്രി കൊണ്ടുപോകാൻ പോവുകയാണ്. അതുപോലെ ഈ സംഭവമാണെങ്കിൽ വീട്ടുകാരും അറിയില്ലെന്ന് പറയും. അങ്ങനെ മരിയാനെ പോകുന്ന വയ്ക്കുകയാണെങ്കിൽ ഇന്ന് പോകുന്ന റോഡ് ബ്ലോക്കായിരുന്നു. അന്നേരം പോലീസുകാർ അവരോട് വന്ന് പറയും അവർ ടേൺ എടുക്കണം, കാരണം അവിടെ എല്ലാം പ്രൊട്ടസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ആ റോഡ് വഴി വാഹനങ്ങളൊന്നും ഇപ്പോൾ കടത്തി വിടത്തില്ലെന്ന്. അങ്ങനെ ഇതേ സമയം പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കുറേ കലാപകാരികൾ അവിടുത്തെ വേലക്കാരുടെ സഹായത്തോടു കൂടി കയറി വരും. അങ്ങനെ അവർ വന്ന് എല്ലാവരും തോക്കിന് മുന്നേ നിർത്തുമ്പോഴാണ് ഡാനിയൽ വന്ന് അവർക്ക് അവൻ്റെ വാച്ച് ഓഫർ ചെയ്യുന്നത്. എൻ്റെ എല്ലാ സമാധാനപരമായിട്ട് ചർച്ച ചെയ്യാന്നൊക്കെ പറയും. പക്ഷേ അവരതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവരെ ഓരോരുത്തവരായിട്ട് വെടിവെച്ച് കൊല്ലാൻ തുടങ്ങും. അപ്പോൾ ആദ്യം തന്നെ വെടി കിട്ടുന്നത് അവർ അച്ഛനായിട്ടുള്ള ഐവനായിരുന്നു. അങ്ങനെ കലാപാരികൾ ഇതേ സമയം റെബേക്കയെ കൊണ്ട് ആ ഫാമിലി സേഫ് ഓപ്പൺ ചെയ്ത് പൈസയെല്ലാം എടുപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ വന്നവരെല്ലാം ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് അവരുടെ കയ്യിലുള്ള പൈസ എല്ലാം എടുക്കാൻ പറയും. പൈസ ഇല്ലാത്തവരോട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കാൻ തുടങ്ങി. ഇതേ സമയം വേലക്കാരിയായിട്ടുള്ള മാർത്തയാണെങ്കിൽ ബാത്റൂമിൽ വിളിച്ചേക്കുമായിരുന്നു. എന്നിട്ട് മാർത്ത മകനായിട്ടുള്ള ക്രിസ്ത്യനെ വിളിച്ച് ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് വരില്ലെന്ന് പറയും. കലാപാരികളാണെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാതെ എല്ലാവരും വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറേ പേരെ പൈസ എല്ലാം കിട്ടിയ ശേഷം അവർ വെറുതെ വിട്ടില്ല. അങ്ങനെ റെബേക്കയെ അവരുടെ വെടിയേറ്റ് മരിക്കും. അതേസമയം മരിയാനയും ക്രിസ്ത്യനും പോകുന്ന വഴിക്കെല്ലാം കലാപാരികൾ പതിയെ കയ്യേറി തുടങ്ങിയായിരുന്നു. പകുതി തൊട്ട് ക്രിസ്ത്യൻ വണ്ടി ഓടിക്കുകയും മരിയാനെ ഒളിച്ചിരിക്കാനും തുടങ്ങി. അതാകുമ്പോൾ ആരും സംശയിക്കുന്നില്ലായിരുന്നു ഇവരെ. അങ്ങനെ ഒരു വിധത്തിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ റൊണാൾഡോയുടെ വീട് അവിടെ ചെന്ന് കഴിഞ്ഞ് മരിയാനയാണെങ്കിലോ റൊണാൾഡോയുടെ ഭാര്യയായിട്ടുള്ള എരിസയ്ക്ക് എന്ന് വാക്ക് കൊടുക്കും അവളെ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന്.
ക്രിസ്ത്യൻ ആണെങ്കിൽ മേരിയയ്ക്ക് തൽക്കാലം അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കിടക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കും. അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ റൊണാൾഡോയുടെ തൊട്ട് മണ്ടയിലുള്ള അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. രാത്രി കഴിയുമ്പോഴത്തേക്കിനും ആർമിയൊക്കെ വന്ന് ഒരു വിധത്തിൽ കലാപമെല്ലാം അടിച്ചമർത്തും. പിന്നീട് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ കലാപമെല്ലാം കുറഞ്ഞു കഴിഞ്ഞ് ഡാനിയലിൻ്റെ വീട്ടിലേക്ക് ആംബുലൻസ് വരും. കാരണം അവിടെ കലാപകാരികൾ കൊന്നിട്ട ബോഡിയെല്ലാം എടുത്തുകൊണ്ട് പോകണമായിരുന്നു. ഇതേസമയം മരിയാനാണെങ്കിൽ ക്രിസ്ത്യനോട് തിരിച്ച് വീട്ടിൽ പോകുന്ന കാര്യമൊക്കെ പറയും. അന്നേരമാണ് ക്രിസ്ത്യൻ പറയുന്നത് പുറത്തിറങ്ങിയ സേഫ് അല്ല, അതുകൊണ്ട് അവൻ ആദ്യം ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ വെളിയിലോട്ട് ഇറങ്ങി ചെക്ക് ചെയ്യും. അന്നേരം കുറേ സോൾജേഴ്സ് വന്ന് അവനെ ഇൻട്രോഗേറ്റ് ചെയ്യും. അന്നേരമാണ് അവൻ്റെ ബോസിനെ രക്ഷിക്കുന്ന കാര്യം പറയുന്നത്. അങ്ങനെ സോൾജേഴ്സ് ആണെങ്കിൽ ക്രിസ്ത്യൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവരാണെങ്കിൽ മേരിയാനെ വിളിച്ചുകൊണ്ട് അവളെ സേഫായിട്ട് വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ അവളുടെ ജ്വല്ലറി ഫോൺ വല്ല ഊരി കൊടുക്കാൻ പറയും. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണെങ്കിൽ ക്രിസ്ത്യൻ്റെ അമ്മയായിട്ടുള്ള മാർത്തയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്ത് ഒരു വിധത്തിൽ ക്രിസ്ത്യൻ്റെ അടുത്ത് എത്തിപ്പെടും. അവരെല്ലാം അത്യാവശ്യം സേഫായിട്ടിരിക്കും. പക്ഷേ മേരിയാനയുടെ കാര്യത്തിൽ അത്ര സേഫ് അല്ലായിരുന്നു. സോൾജേഴ്സ് അവളോട് കള്ളം പറഞ്ഞായിരുന്നു. സോൾജേഴ്സ് ആണെങ്കിൽ ഇവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ തന്നെ കുറേ ഹോസ്റ്റേജിനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. എന്നിട്ട് ഈ സോൾജേഴ്സിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ പണക്കാരായിട്ടുള്ള ഈ ഹോസ്റ്റേജിനെല്ലാം പിടിച്ച് വെച്ചിട്ട് അവരുടെ വീട്ടുകാരോട് ഇത്ര എമൗണ്ട് പൈസ ചോദിക്കാനായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഒരു മാർക്ക് അടിച്ച ശേഷം ഓരോരുത്തരോടായിട്ട് അവർ അഡ്രസ്സെല്ലാം ചോദിക്കും. ഇവർ പറയുന്ന പോലെ സഹകരിക്കാത്തവരാണെങ്കിൽ ശരിക്കും അവിടെ നിന്ന് അനുഭവിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സോൾജേഴ്സ് വന്ന് അവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ കൊണ്ട് ഉപയോഗിക്കാനും തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ ഡാനിയലിനെ കാണിക്കും. ഡാനിയലാണെങ്കിൽ വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവൻ്റെ ഭാര്യ അമ്മ എല്ലാം മരിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞാണ് ഡാനിയലും അലനും കൂടെ ചെന്ന് ഡാനിയലിൻ്റെ അച്ഛനെ കാണുന്നത്. പുള്ളിയാണെങ്കിൽ വെടി കിട്ടിയെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടായിരുന്നു. അങ്ങനെ അലനാണെങ്കിൽ ഡാനിയലിനെ വിളിച്ചുകൊണ്ട് അവനെ തന്നെ അറിയാവുന്ന ഒരു ജനറലിനെ കാണാൻ പോകും. അങ്ങോട്ട് അവിടെ ചെന്ന് ഈ മരിയാനയുടെ മിസ്സിങ്ങിനെ പറ്റി പറയും. അങ്ങനെ ജനറൽ ഇവർക്ക് വാക്ക് കൊടുക്കും, മരിയാനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യാമെന്ന് പറഞ്ഞ്. ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് പോയി. റൊണാൾഡോ ആണെങ്കിൽ അവൻ്റെ ഭാര്യയോട് അവളെ എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് പതിയെ പുറത്തോട്ട് ഇറങ്ങും. ഇതേ സമയമാണെങ്കിൽ ഗവൺമെൻറ് ആണെങ്കിൽ ആളുകളെല്ലാം ഒരു ദിവസത്തിൽ 1 മണിക്കൂർ മാത്രമേ വെളിയിൽ ഇറങ്ങാവുള്ളൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയും ഡോക്ടറെ കണ്ടെത്താനോട്ട് റൊണാൾഡോ ആണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങും. പക്ഷേ വെളിയിൽ ഇറങ്ങുമ്പോൾ അവൻ്റെ പ്രതീക്ഷകളെല്ലാം പോകും. കാരണം ഇത്ര ദൂരത്തിൽ കൂടുതൽ പട്ടാളക്കാർ അവരെ വിടത്തില്ലായിരുന്നു, ചുറ്റും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അവനാണെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്തിടം കഴിഞ്ഞ് പോകാൻ നേരത്തെ പട്ടാളക്കാരാണെങ്കിൽ അവനെ തടഞ്ഞ് തിരിച്ചു വിടും. അതേ സമയത്ത് ഡാനിയലാണെങ്കിൽ അവൻ്റെ വീടെല്ലാം പഴയ പോലെ തന്നെ ആക്കി അവൻ്റെ അച്ഛനായിട്ടുള്ള ഐവനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തും. ഇതെല്ലാം കഴിഞ്ഞാണ് അലൻ്റെ അമ്മ വന്ന് അലനോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. എത്ര കാലം മെരിയാനെ നോക്കിയിരിക്കും, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കത്തില്ല എന്ന് ചോദിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ റൊണാൾഡോയുടെ ഭാര്യയ്ക്ക് സീരിയസ് ആകുന്നായിരുന്നു. കാരണം അവനാണെങ്കിൽ എന്ത് വന്നാലും ഇന്ന് ഭാര്യനെ രക്ഷിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങും. അങ്ങനെ പട്ടാളക്കാരെ ഇവനെ കണ്ട് വിളിക്കാൻ തുടങ്ങും. പക്ഷേ ഇവനാണ് നടത്തം നിർത്താതെ ഇരിക്കും. അങ്ങനെ സോൾജേഴ്സ് ആണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ ഒറ്റ ദിവസം തന്നെ അവനും അവൻ്റെ ഭാര്യയും മരിക്കും. ഇതേസമയം ഹോസ്റ്റേജിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവിടെ സോൾജേഴ്സ് ആണെങ്കിൽ അവരെ വെച്ച് വീഡിയോ പിടിക്കുമായിരുന്നു. ആ ഫാമിലിക്ക് അയക്കാൻ വേണ്ടി ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞ്. മേരിയാനെ വെച്ച് പൈസ ചോദിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഡാനിയലിന് കിട്ടും. പക്ഷേ ആ വീഡിയോയിൽ പൈസ എങ്ങോട്ട് അയക്കേണ്ടെന്നുള്ളതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡാനിയൽ വേനലിൽ ഇനി എന്ത് ചെയ്യണം, ജനറലിനെ പോയി കാണാമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കും. അതേസമയം ബേസ്മെൻറ്റിലാണെങ്കിൽ അവർ ആ ഹോസ്റ്റേജിനെല്ലാം ഒരുമിച്ച് ചേർത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അവരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ പൈസയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കൂട്ടത്തിൽ തന്നെയുള്ള ചില സോൾജേഴ്സിനാണെങ്കിൽ അവർക്ക് പൈസ കുറവും ബോസ് കൂടുതലും എടുക്കുന്നതായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഓരോരുത്തരെ മറിച്ച് വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ സോൾജേഴ്സ് ആണെങ്കിൽ ആരും കാണാതെ ക്രിസ്ത്യനെയും മാർത്തനെയും പോയി കണ്ട ശേഷം അവരോട് $80,000 കൊടുത്ത് തന്നെ മേരിയാനെ വിട്ടുതരാമെന്ന് പറയും. അവർക്കാണെങ്കിൽ അത്രയും പൈസ ഒന്നും കയ്യിലില്ലായിരുന്നു. അങ്ങനെ പുതിയതായിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അവർക്ക് പഴയ വീട്ടിലേക്ക് തന്നെ തിരിച്ച് ജോലിക്ക് പോകണം. അതിന് പുതിയ പെർമിറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ അവർ അതിൻ്റെ എല്ലാം പുറകെ നടക്കും. ഒരു വിധത്തിൽ പെർമിറ്റൊക്കെ അവർക്ക് കിട്ടി. അവർ വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും. ക്രിസ്ത്യൻ വന്ന് ഡാനിയലിനെ കണ്ട കാര്യമെല്ലാം പറയും. $80,000 കൊടുത്താൽ മെരിയാനെ വിട്ടുതരാമെന്ന് അവർ പറഞ്ഞെന്നുള്ള കാര്യം. ആ സോൾജേഴ്സ് ആണെങ്കിൽ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ്റെ മാർത്തയുടെ അടുത്തേക്ക് വരും. പക്ഷേ അവർ പൈസ മേടിച്ചുകൊണ്ട് പോകുക മാത്രമേ ചെയ്തത്, മെരിയാനെ തിരിച്ച് കൊടുത്തില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ് സോൾജേഴ്സ് ഡാനിയലിനെ വിളിച്ച് 1 മില്യൺ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. അതോടുകൂടി ഡാനിയലിന് ക്രിസ്ത്യനെയും മാർത്തനെയും കൂടെ സംശയമായി പോകും. അതുകൊണ്ട് തന്നെ അവനാണ് നേരെ വിളിച്ച് ജനറലിനോട് കാര്യങ്ങൾ പറയും. അങ്ങനെ ജനറലാണെങ്കിൽ അവൻ്റെ കുറേ പട്ടാളക്കാരെ ക്രിസ്ത്യൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കും. അങ്ങനെ വൈകുന്നേരം പൈസ മേടിക്കാൻ വേണ്ടി സോൾജേഴ്സ് വരുമ്പോഴത്തേക്കിനും ഇവരാണെങ്കിൽ ആ സോൾജേഴ്സിനെ അറസ്റ്റ് ചെയ്യും. പക്ഷേ ആ സോൾജേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ട്രൈറ്ററാന്ന് പറഞ്ഞ് മാർത്തനെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതേസമയം ബേസ്മെൻറ്റിലുള്ള പട്ടാളക്കാരാണെങ്കിൽ ഉടനെ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാം കൊന്ന് കത്തിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ബാക്കി കുറേ സോൾജേഴ്സ് ആണെങ്കിൽ മേരിയാനുമായിട്ട് ക്രിസ്ത്യൻ്റെ വീട്ടിലേക്ക് വരും. അതിനുശേഷമാണെങ്കിൽ അവരെ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ കൊല്ലും. പിന്നീട് ജനറൽ വിളിച്ച് ഡാനിയലിനോട് വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. എന്നിട്ട് പറയും ക്രിസ്ത്യനും എല്ലാം അവരുടെ തന്നെ ആൾക്കാരായിരുന്നു. അങ്ങനെ അവനെ പിടിക്കുന്നുള്ള അവസ്ഥയായപ്പോൾ അവൻ തന്നെ മേരിയാനെ കൊന്നെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ നാട്ടിലുണ്ടായിരുന്ന അത്രയും പാവപ്പെട്ടവരെയും ട്രൈറ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ മാർത്തയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ എല്ലാവരെയും തൂക്കിലേറ്റുന്നതാണെങ്കിൽ ജനറലിൻ്റെ കൂടെ ഇരുന്ന് ഐവനും കണ്ടുകൊണ്ടിരിക്കും.